പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുസഭ യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 16 വരെയും 21 മുതൽ 22 വരെയുമുള്ള വചനങ്ങളാണ്. ഇവ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ജനമെല്ലാം സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന മുഖ്യ സംഭവത്തിന് സന്ദർഭമൊരുക്കുന്നവയാണ് യേശു സ്നാനമേറ്റതും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന പരമാർശവും. വിശുദ്ധ ലൂക്കായിൽ സ്നാപക യോഹന്നാൻ യേശുവിന് ജ്ഞാനസ്നാനം നൽകി എന്ന് എഴുതിയിട്ടില്ല. കാരണം വിശുദ്ധ ലൂക്കായുടെ വിവരണം അനുസരിച്ച് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കൊരുക്കമായാണ് യേശു സ്നാനം സ്വീകരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ രംഗത്തില്ല, കാരാഗൃഹത്തിലാണ്. ക്രിസ്തു രംഗത്ത് വരുമ്പോൾ വഴിയൊരുക്കി മുമ്പേ പോകുന്ന യോഹന്നാൻ രംഗത്തില്ല, തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. ജനമെല്ലാം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നതിലൂടെ വിശുദ്ധ ലൂക്ക അർത്ഥമാക്കുന്നത് സാധാരണ ജനങ്ങളും ചുങ്കക്കാരും പാപികളും ഉൾപ്പെടുന്ന ജനക്കൂട്ടത്തെയാണ്. സ്നാപകൻ പ്രസംഗിച്ച പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനം സ്വീകരിച്ച അവർ ദൈവനീതിയെ പ്രഘോഷിച്ചു. തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം അവർ നിറവേറ്റി. ജനമെല്ലാം സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ യേശുവും സ്നാനമേറ്റുകൊണ്ട് ദൈവനീതിയെ പ്രഘോഷിക്കുന്നവരോട് യേശുവും താദാത്മ്യം പ്രാപിക്കുന്നു. സ്നാനത്തിൽ ഉത്ഥാനവും പുതുജീവിതവും അടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് ഉയരുന്നത് ഉത്ഥാനത്തിൻ്റെ പ്രതീകമായാണ് വിശുദ്ധ ക്രിസോസ്റ്റോം സൂചിപ്പിക്കുന്നത്. സിറിയൻ പിതാവായ വിശുദ്ധ അഫ്രേം പറയുന്നു, യേശു സ്നാനത്തിന് വെള്ളത്തിലിറങ്ങി തൻ്റെ ഈ ലോകവാസത്തിനു ശേഷം തൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നവർക്കായി വെള്ളം ആശീർവദിച്ച് നൽകി എന്നാണ്. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എന്ന വചനത്തിലൂടെ യേശു സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന കാലസൂചനയുണ്ട്. ഇതിലൂടെ സ്നാപകൻ്റെ മധ്യസ്ഥതയിലൂടെയല്ല യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്, എന്നാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷമെന്നും വിശേഷിപ്പിക്കുന്നു. കാരണം യേശുവിൻ്റെ ജീവിതം മുഴുവനും അനുസ്യൂതമായ പ്രാർത്ഥനയാണ് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്നത്. യേശു പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങളെല്ലാം യേശു പ്രാർത്ഥനയിലൂടെയാണ് കൈക്കൊണ്ടതും. ശിഷ്യരെ വിളിക്കുന്നതും അവരെ ദൗത്യമേൽപ്പിക്കുന്നതും ഗെത്സമനിയിലെ പ്രാർത്ഥനയെല്ലാം ഇത് സൂചിപ്പിക്കുന്നു. യേശു എപ്പോഴും പ്രാർത്ഥനാനിരതനും കർമ്മനിരതനും ആയ വ്യക്തിയായിട്ടാണ് വിശുദ്ധ ലൂക്ക യേശുവിനെ അവതരിപ്പിക്കുന്നത്. കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തിക്കാൻ യേശുവിന് കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനവും പ്രേരണയും പ്രാർത്ഥനയാണ്. യേശു സ്നാനമേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരസ്യ ശുശ്രൂഷയ്ക്കായി അഭിഷിക്തനാവുകയും ചെയ്യപ്പെട്ടു. സ്വർഗം തുറക്കപ്പെട്ടു എന്നത് യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് പിതാവ് നൽകിയ പ്രത്യുത്തരമാണ്. പിതാവിൻ്റെ ഹിതം അറിയിക്കുന്നതിൻ്റെ വെളിപ്പെടുത്തലാണ് സ്വർഗം തുറക്കപ്പെട്ടത് എന്നത്. പ്രവാചക പാരമ്പര്യത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമ്പർക്കത്തിൻ്റെയും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ആവിഷ്കാരവുമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനും സ്വർഗത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കുവാനും സ്വർഗം തുറക്കപ്പെട്ടു എന്നത്. പിതാവ് യേശുവിനെ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിച്ചിരിക്കുന്നു. ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെടുന്നു. ത്രിത്വൈക ദൈവരഹസ്യം അനാവൃതമാകുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. യേശു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനുമാണ്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്നതിലൂടെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേചിച്ചു എന്ന് വ്യക്തമാക്കുന്നു. തുടർന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ എൻ്റെ പ്രിയപുത്രൻ എന്നത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അഗാപേത്തോസ്, വത്സലപുത്രൻ എന്നാണ്. ഇതിലൂടെ യേശു ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്തുന്നു. യേശു ജന്മനാ ദൈവപുത്രനാണ്. യേശുവിൻ്റെ ദിവ്യമായ പുത്രത്വം വിശുദ്ധ ലൂക്ക ബാല്യകാല വിവരണത്തിലൂടെ വ്യക്തമാക്കി തരുന്നു. പുത്രൻ ഓരോ നിമിഷവും പിതാവിൻ്റെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കണം.
നീ എൻ്റെ പ്രിയപുത്രൻ എന്ന പിതാവിൻ്റെ പ്രഖ്യാപനം സങ്കീർത്തനം 2:7 യെശയ്യാ പ്രവാചകൻ 42:1 പ്രതിധ്വനിക്കുന്നു. ഇത് കർത്താവ് ദാവീദിൻ്റെ പരമ്പരയിൽപ്പെട്ട ഇസ്രയേൽ രാജാവിനോടും ആ സിംഹാസനത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. നീ എൻ്റെ പ്രിയപുത്രൻ എന്ന സ്വരം യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിലും പ്രതിധ്വനിക്കുന്നുണ്ട്. നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നത് കർത്താവ് പ്രസാദിച്ചവനാണ് ക്രിസ്തു എന്ന് വ്യക്തമാക്കുന്നു. ഇവിടെ യെശയ്യായുടെ സകലദാസൻ്റെയും പ്രവാചക പാരമ്പര്യത്തിലെ ദൈവദാസൻ്റെയും ഇത് സൂചിപ്പിക്കുന്നു. സകലവും മഹത്വവും ആർജിക്കുന്ന ദൈവപുത്രനാണ് യേശു എന്ന് വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ സ്നാനം യേശുവിൻ്റെ ദൈവപുത്രത്വത്തിലും സാക്ഷ്യം മാത്രമല്ല, അത് പുതിയ ഇസ്രയേലിൻ്റെ രംഗപ്രവേശനത്തിൻ്റെ പ്രാരംഭവുമാണ്. സ്നാനം സ്വീകരിക്കുക വഴി നാമം ദൈവപുത്രത്വത്തിൽ പങ്കുകാരാകുന്നു. ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി സ്നാപക യോഹന്നാൻ്റെ തീക്ഷ്ണതയും ചൈതന്യവും ജനങ്ങളെ മാനസാന്തരത്തിലേക്കും പാപമോചനത്തിൻ്റെ സ്നാനത്തിലേക്കും നയിച്ചു. സ്നാപകൻ നൽകിയ അനുതാപത്തിൻ്റെ സ്നാനം രക്ഷകനെ സ്വീകരിക്കുവാൻ ഒരുക്കുന്നവർക്കുള്ള സ്നാനമാണ്. ക്രിസ്തു പാപമില്ലായിരുന്നിട്ടും ഈ സ്നാനം സ്വീകരിക്കുക വഴി പാപികളായ മനുഷ്യരോട് അനുരൂപപ്പെടുന്നു, അവരെ രക്ഷിക്കുവാനായി. മൂന്നാമതായി യേശുവിൻ്റെ സ്നാനത്തെ തുടർന്നുള്ള പ്രാർത്ഥനാവേളയിൽ യേശു ദൈവപുത്രനാണെന്ന് പിതാവ് വെളിപ്പെടുത്തുന്നു. ത്രിത്വിക ദിവ്യരഹസ്യം വെളിപ്പെടുത്തുന്നു. തിരുവചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് നമ്മുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ഓർമ്മിച്ചും ദൈവിക പദ്ധതിയുടെ നിറവേറലിനായി പ്രവർത്തിക്കാം, ദൈവമക്കളായി ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.